എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ അലക്സാണ്ടർ DGP സാറിൻ്റെ മറ്റൊരു വീഡിയോ എടുത്തു വെച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ചെറിയ പാർട്ട് ഞാൻ കേൾപ്പിക്കാം. അത് മലയാളത്തിൽ പാടനെന്നാക്കി മാറ്റി. ആ മരുത്തെന്ന് പറയുന്ന ദേവനെ മറുത എന്നാക്കി. മറുത എന്ന് പറഞ്ഞാൽ ദുർബോധം. ഈ കളക്ടർക്ക് ഒരു ഫ്യൂഡേറ്ററി രാജ്യം ഉണ്ടായിരുന്നു. അതാണ് മാവേലി രാജവംശം. അങ്ങനെ ബുദ്ധമതക്കാര് ഇത് മുഴുവൻ കേൾപ്പിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും യൂട്യൂബിൽ കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അത് കേട്ടിട്ട് ഒന്ന് ചിന്തിക്കുക. എത്ര വിചിത്രമായിട്ടാണ് അദ്ദേഹം, അയ്യപ്പൻ്റെ കഥയാണ് ഈ പറഞ്ഞു പോകുന്നത്. അയ്യപ്പൻ്റെ എന്ന് പറയുന്നത് ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ആരാധനാക്രമമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം അനേകം തെറ്റായ കാര്യങ്ങളാണ് പറഞ്ഞു വരുത്തുന്നത്. അതിൽ ബുദ്ധൻ സ്വാമിയായി. അപ്പോൾ സ്വാമി എന്നുള്ള വാക്ക് അതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നില്ലേ എന്ന് ആലോചിച്ച് നോക്കണം. അതുപോലെ ശരണം എന്ന വാക്ക് മുമ്പ് ഉണ്ടായിരുന്നില്ലേ? ദുർഗാദേവിയെ ശരണമഹം പ്രപദ്യേ, അതൊക്കെ എത്രയോ കാലം മുമ്പുണ്ട്, ഭഗവത്ഗീതയിലുണ്ട് ശരണം. അപ്പോൾ ഇതെല്ലാം ബുദ്ധമതത്തിലുള്ളവർക്ക് മാത്രമാണ് ഈ ശരണം ഉള്ളതെന്നുണ്ട്. ശരണം എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ ഉള്ള വാക്കാണ്. ബുദ്ധമതത്തിന് മുൻപേ ഉള്ളതാണ് അതൊക്കെ. ശ്രീരാമൻ്റെ കാലം 7000 വർഷമാണ്. ശ്രീരാമൻ്റെ മുൻപുള്ള ഒരു 15 പേരുടെ തലമുറകളുടെ ചരിത്രം ഭാരതഭൂമിയിൽ ഇന്ന് നമുക്ക് ലഭ്യമാണ്. ഇക്ഷ്വാകു വംശത്തിൻ്റെ ചരിത്രം. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, അക്ഷരം ക്ഷരമില്ലാത്തതാണ്. അതുകൊണ്ട് നോളജ് എന്ന് പറയുന്നത് അവസാനിക്കുന്നില്ല. നമ്മളുടെ ഹൈന്ദവ സംസ്കാരം പറയുന്നത് ആദ്യം നോളജാണ് ഉണ്ടായത്. ആ നോളജ് പ്രകൃതിയിലുള്ളതാണ്, നമ്മളതിനെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഇനിയും നമ്മൾ കണ്ടെത്താത്ത അനേകം നോളജ് നിലനിൽക്കുന്നുണ്ട്, അതിലേക്ക് നമ്മൾ ചെന്നെത്തണം. പക്ഷെ നോളജിനെ വളച്ചൊടിച്ച് അവനവൻ്റെ സൗകര്യാർത്ഥം നമ്മൾ ഉപയോഗിക്കരുത്. ഹൈന്ദവ സംസ്കാരത്തിനൊരു പാരമ്പര്യമുണ്ട്. അദ്ദേഹം പരശുരാമനെ കുറിച്ച് പറയുന്നില്ല, അവിടേക്കൊന്നും അദ്ദേഹം കടന്നു പോകില്ല. കാരണം ക്രിസ്തു മതം ഉണ്ടായിട്ട് 2000 വർഷം ആയിട്ടുള്ളൂ. അതിൻ്റെ താഴേക്കുള്ള കാലഘട്ടത്തിൽ മാത്രമേ ഇവിടെ ചരിത്രം ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് തോന്നുക. അപ്പോൾ പരശുരാമൻ വന്നിട്ട് ഇവിടെ 108 ദുർഗാക്ഷേത്രങ്ങളും 108 ശിവക്ഷേത്രങ്ങളും സ്ഥാപിച്ചു പോയിട്ടുണ്ട്. അതേക്കുറിച്ച് അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. പല ക്ഷേത്രങ്ങളിലും പോയിട്ട് പ്രസംഗം നടത്തുന്ന ആളാണ്. ബുദ്ധൻ്റെ ശേഷമേ ഇവിടെ ക്ഷേത്രങ്ങളുണ്ടായിരുന്നുള്ളൂ എന്നുള്ള തരത്തിലാണ് അദ്ദേഹം പറയുന്നത്. ബുദ്ധന് പഗോഡയിൽ ആരാധിച്ചിരുന്നത് കൊണ്ട് മദൻ എന്ന് വിളിച്ചു, പിന്നീട് അത് മാടനായി. അതുപോലെ ബുദ്ധമതക്കാർ വായുവിനെ ആരാധിച്ചത് അതിന് മറുതയായി. ഇത് എവിടെ നിന്നാണ് ഈ അറിവൊക്കെ കിട്ടിയെന്ന് അറിഞ്ഞുകൂടാ. മാടൻ, മറുത എന്നൊക്കെ പറയുന്നത് കാവൽ ദൈവങ്ങളായിട്ട് ഈശ്വരൻ്റെ തന്നെ രൂപങ്ങളാണ്. അത് ഓരോ ഭാഷയനുസരിച്ചിട്ട് അത് പറയുമ്പോൾ വ്യത്യാസം വന്നിരിക്കാം. അധികം വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആളുകൾ പറയുമ്പോൾ അത് അങ്ങനെ ആയിപ്പോയെന്ന് വരാം. ഞാൻ പറഞ്ഞുവല്ലോ, നമ്മളിപ്പോൾ ഒരു ഈശ്വരനെ ആരാധിക്കുക, അതിപ്പോൾ അദ്ദേഹം വിശ്വസിക്കുന്ന ഈശ്വരനെ തന്നെ ആയിക്കോട്ടെ. പക്ഷെ ആ ദൈവത്തിനെ എത്ര തന്നെ വിളിച്ചാലും എൻ്റെ ജീവനെ നിലനിർത്താൻ എനിക്ക് ഈ പ്രകൃതി ശക്തികൾ തന്നെ വേണം. മരിക്കാൻ പോകുമ്പോൾ എത്ര പ്രാവശ്യം ഈശ്വരനെ വിളിച്ചാലും എന്നിലകത്തേക്ക് വരുന്ന പ്രപഞ്ച ചൈതന്യം എപ്പോൾ നിലയ്ക്കുന്നോ അപ്പം ഞാൻ എൻ്റെ ജീവിതം അവസാനിക്കും. അപ്പോൾ ഈശ്വരനെ വിചാരിക്കുന്നത് നമ്മളുടെ ശക്തികളെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്, ശക്തി ആർജിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ശക്തി ആർജിക്കാനുള്ള അനേകം രീതിയിൽ അത് ആർജിക്കാൻ പഠിപ്പിക്കുന്നൊരു സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം. അത് എന്തിൽ നിന്ന് വേണേലും എടുക്കാം. ഏകലവ്യൻ വിദ്യ പഠിച്ചത് ഗുരുവിൻ്റെ അടുത്ത് പോയിട്ടല്ല, ഗുരുവിൻ്റെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടാണ്. പക്ഷേ അയാളുടെ സങ്കല്പം അത് ഗുരുവാണെന്ന്. അതേപോലെ സാധാരണക്കാർക്ക് വലിയ വലിയ തത്വങ്ങൾ, ആത്മീയ തത്വങ്ങൾ അറിഞ്ഞുകൂടാത്തവർക്ക് അവർക്ക് കല്ലെടുത്ത് വെച്ച് ആരാധിച്ചാലും ഏതൊന്നിലും ഇരിക്കുന്ന പ്രകൃതിയുടെ ശക്തിയാണ്. ആ ശക്തിയെയാണ് അവർ ആരാധിക്കുന്നത്. അതിൻ്റെ പേരെന്താന്നുള്ളതല്ല. മരുത്ത് എന്ന് പറയുന്നത് വായു തന്നെയാണ്. വായുവിനെ ആരാധിക്കുന്നത് പഞ്ചഭൂതങ്ങൾ എന്ന തത്വം തന്നെ വേദകാലത്തുള്ളതാണ്. അത് ശ്രീബുദ്ധൻ വന്നപ്പോഴുണ്ടായതൊന്നുമല്ല. അപ്പോൾ മരുത്ത് എന്ന് പറയുന്നത് വായുവാണ്. വായുവിൻ്റെ ശക്തി അപാരമാണ്. വായു നമ്മുടെ അകത്ത് 1 കിലോ ഭക്ഷണം ദഹിക്കണമെങ്കിൽ 16 കിലോ ഓക്സിജൻ ആവശ്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഓക്സിജൻ്റെ ലഭ്യത കുറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ക്വാളിറ്റി കുറയും.
അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ശാസ്ത്രീയമായിട്ട് അറിയാവുന്ന ഋഷിമാരിൽ നിന്ന് വന്നതാണ് ഈ അറിവുകളൊക്കെ. അത് അദ്ദേഹം സമ്മതിക്കില്ല. അദ്ദേഹം ലോകം മുഴുവൻ നടന്നിട്ട് എവിടുന്നൊക്കെ വന്ന ഈ ആദിമ വർഗത്തിൽപ്പെട്ട ആളുകളിലൂടെ ഇങ്ങോട്ട് വന്നതായിട്ടാണ് അറിവിനെക്കുറിച്ച് അദ്ദേഹം ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഇവിടെ ആരാധനകളുണ്ടായിരുന്നു. ഈ ശ്രീബുദ്ധൻ വരുന്നതിന് എത്രയോ മുമ്പ് ഇവിടെ ആരാധനകളുണ്ടായിരുന്നു, ഈശ്വരീയമായിട്ടുള്ള വിശ്വാസങ്ങളുണ്ടായിരുന്നു. ഇവിടുത്തെ നാഗക്ഷേത്രങ്ങൾ ഏറ്റവും പഴയ ഒരു കൺസെപ്റ്റാണ് നാഗക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. നാഗം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ചലനങ്ങളെല്ലാം നാഗരൂപത്തിലാണ്. അതുപോലെ ഒരു സ്പേം എടുത്തു കഴിഞ്ഞാൽ നാഗരൂപത്തിലാണ് അതിൻ്റെ ഷേപ്പ് ഇരിക്കുന്നത്. അപ്പോൾ നാഗരൂപം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ നട്ടെല്ലിൻ്റെ ഘടന എങ്ങനെയാണ്? സ്പൈനൽ കോഡ് എടുത്താൽ അതെ, ഒരു മനുഷ്യ ശരീരത്തിൽ വിരൽ ഒടിച്ചു കഴിഞ്ഞാൽ നാഗരൂപത്തിലാണ് നമുക്ക് അതിനകത്ത് നമ്മുടെ ആ വിരലിനെ സഞ്ചരിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ നാഗം എന്ന് പറയുന്നത് ശരീരത്തിനകത്ത് സഞ്ചരിക്കുന്ന അനേകം തരംഗങ്ങളുണ്ട്, ഊർജ തരംഗങ്ങളുണ്ട്. ആ ഊർജ തരംഗങ്ങളെ ഏറ്റവും അധികം ഉൾക്കൊള്ളാൻ സാധിക്കുന്നവരുടെ ശരീരത്തിൻ്റെ ഘടന എന്ന് പറയുന്നത് ശിവൻ്റെ അല്ലെങ്കിൽ നമ്മൾ ശ്രീകൃഷ്ണൻ്റെ അല്ലെങ്കിൽ ഹനുമാൻ്റെയൊക്കെ ശരീരഘടന, ഭാരതീയമായിട്ടുള്ള ദൈവങ്ങളൊന്നും വളരെ ശക്തമായ ശരീരഘടനയുള്ളവരാണ്. ആ ശരീരഘടന എന്ന് പറയുന്നത് അതിനകത്ത് സഞ്ചരിക്കുന്ന വായുവിൻ്റെ ശക്തിയെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ മാരുതൻ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തമായ വ്യക്തിത്വം നമുക്ക് കിട്ടണമെങ്കിൽ ആ വായുവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഘടന ശരീരത്തിനുണ്ടായിരിക്കണം. അപ്പം മറുത എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കേണ്ട ആവശ്യമില്ല. മാടൻ മറുത എന്നൊക്കെ സാധാരണ ആൾക്കാർ പറഞ്ഞുവെങ്കിൽ അതവരുടെ ഭാഷാപരമായിട്ടുള്ള പ്രശ്നം കൊണ്ടാണ്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അതുപോലെ പള്ളി എന്ന് പറയുന്ന ശ്രീബുദ്ധൻ്റെ പള്ളി എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന വാക്കാണ്. പക്ഷെ ആ പള്ളി എന്ന് പറയുന്നത് ശ്രീബുദ്ധൻ്റെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതായത് അവിടെയുള്ള പ്രാർത്ഥന, ശ്രീബുദ്ധൻ്റെ ഒരു കാലത്ത് ഇവിടെ ശ്രീബുദ്ധൻ്റെ ഒരു പ്രബലമായിട്ടുള്ള ഒരു പ്രദേശമായിരുന്ന സമയത്ത് അവരുടെ പ്രാർത്ഥന ഫള്ള് പറയുക എന്നാണ് അത്രേ നമ്മൾ ഇവിടെയുള്ളവർ കളിയാക്കിയിരുന്നത്. അത്ര വിവരമില്ലാത്ത ആൾക്കാരല്ല ഇവിടെ. പള്ളു പറയുക എന്ന് മാത്രമേ. ഇവിടെ മുസ്ലിമിനെ ജീവിക്കാം, ക്രിസ്ത്യാനിക്ക് ജീവിക്കാം, മറ്റെല്ലാവർക്കും ജീവിക്കാം. പിന്നെ എന്തുകൊണ്ടാണ് ശ്രീബുദ്ധനെ ജീവിച്ചുകൂടാതെ? അല്ലെങ്കിൽ ശ്രീബുദ്ധൻ്റെ അനുയായികൾക്ക്, ജൈനൻ്റെ അനുയായികൾക്ക് എന്തുകൊണ്ടാണ് ഇവിടെ ജീവിച്ചുകൂടാതിരുന്നത്? അതിന് ഹിന്ദുക്കളെതിരായിരുന്നു എന്ന് തെറ്റിദ്ധരിപ്പിക്കരുത്. ആ മതങ്ങൾ രണ്ടും മാംസാഹാരം വിരുദ്ധമായിരുന്നു അവരുടെ വിശ്വാസം. അതുപോലെ മത്സ്യമാംസാദികൾ, മദ്യം, ഇതിനെതിരായിരുന്നു ശ്രീബുദ്ധനും ജൈനനും ഒക്കെ. അവരെ ഇവിടെ നിന്ന് ഓടിച്ചത് എന്തുകൊണ്ടാണെന്ന് ഇപ്പം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ആ സംസ്കാരം ഇന്നും നമ്മളുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് സയൻസ് അറിയാവുന്ന ആളാണ്. അതുകൊണ്ട് ഒരു ജനറ്റിക് പാരമ്പര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് മനസ്സിലാകാതിരിക്കില്ല. അദ്ദേഹത്തെ സൃഷ്ടിച്ചത് അദ്ദേഹമല്ല, എന്നെ സൃഷ്ടിച്ചത് ഞാനുമല്ല. അത് ജനറ്റിക്കായിട്ട് നമ്മുടെ 7 തലമുറകളിൽ നിന്ന് വന്ന അംശങ്ങൾ ചേർന്നതാണ് നമ്മുടെ ശരീരവും മനസ്സും ബുദ്ധിയും വികാരങ്ങളും എല്ലാം. അപ്പോൾ മതം മാറ്റിയത് കൊണ്ട് അതൊരു തരം അടിമത്ത വിധേയത്വ മനോഭാവം ഉണ്ടാക്കി തീർക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ജനറ്റിക് പാരമ്പര്യം മാറുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു 7 തലമുറ പുറകോട്ട് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഈ ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിടപ്പുണ്ട്, ഹൈന്ദവ വിശ്വാസങ്ങളും കാര്യങ്ങളും കിടപ്പുണ്ട്. അതിനെ പിന്നീട് മൂടി വെച്ചുകൊണ്ട് മറ്റൊന്നിലേക്ക് അദ്ദേഹം കൺവേർട്ട് ചെയ്യപ്പെട്ടു. ആ മതത്തോട് വിധേയത്വം വേണം. ഇപ്പോഴും മതം മാറ്റുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇതൊരു തരം അടിമത്തം തന്നെയല്ലേ? അടിമ കച്ചവടത്തിനെ എതിർക്കുന്നവർ ഈ ചെയ്യുന്നതും അടിമത്തം തന്നെയല്ലേ? കാരണം ഒരാളുടെ അമ്മയെ ഉപേക്ഷിക്കണം, അച്ഛനെ ഉപേക്ഷിക്കണം, അവരുടെ വസ്ത്രധാരണം കളയണം, പേര് മാറണം, വ്യക്തിത്വം മാറണം, വിശ്വാസം മാറണം, ആഹാര രീതി പോലും മാറണം. ഇതെല്ലാം മാറിയിട്ട് വേറൊരു മതത്തിലേക്ക് മാറി. അങ്ങനെ മാറിയത് കൊണ്ട് എന്താ നേട്ടം? ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, പരമ്പരാഗതമായ വിശ്വാസങ്ങളിൽ ജീവിച്ചു വന്ന ആളുകൾക്ക് ഒരു ദ്രൗപദി മുർമുവിനെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്, ഒരു KR നാരായണൻ, അല്ലെങ്കിൽ ഒരു നാഞ്ചിയമ്മ, കല കൊണ്ടാണ്. അതുപോലെ ഒരു രാമചന്ദ്ര പുലവർ, ഇങ്ങനെയുള്ള, ഞാൻ കുറച്ച് പേരുടെ പേരാണ് പറഞ്ഞു. ഇങ്ങനെ അവനവൻ്റെ വിശ്വാസത്തിൽ ഉറച്ച് ജീവിച്ച സമൂഹത്തിൽ നിന്ന് അനേകം വ്യക്തികൾ രാജ്യത്തിൻ്റെ മെയിൻ ധാരയിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്, അവരുടെ കലകൾക്ക് വിലയുണ്ട്.
അവരുടെ പരമ്പരാഗതമായിട്ടുള്ള അറിവിന്, ഇപ്പോൾ ലക്ഷ്മി കുട്ടിയമ്മ പത്മശ്രീ നേടിയ ആളാണ്, അവരുടെ പരമ്പരാഗതമായ അറിവിന് അംഗീകാരമുണ്ട്. പക്ഷേ ഈ മതം മാറിപ്പോയവരിൽ നിന്ന് ഒരു വ്യക്തിയെ ഇതുപോലെ വളർത്തിയെടുക്കാൻ എന്തുകൊണ്ടാണ് സാധിക്കാതെ പോകുന്നത്? അപ്പോൾ അവരെ ഒരു തരം അടിമത്ത മനോഭാവത്തിലേക്ക് മാറ്റുകയാണ്. അവരുടെ പൂർവികർ ചെയ്തിരുന്നതെല്ലാം തെറ്റാണെന്നും അവരുടെ അമ്മയും അച്ഛനും വിശ്വസിപ്പിച്ചിരിക്കുന്നത് തെറ്റാണെന്നും അവരുടെ ആചാരങ്ങൾ തെറ്റാണെന്നും ഒക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് അവരെ വേഷം കൊണ്ടും പേര് കൊണ്ടും ഒക്കെ മറ്റൊന്നിലേക്ക് മാറ്റിയത് കൊണ്ട് എന്താ ഗുണമുണ്ടായി അവർക്ക്? അവരാരുടെയെങ്കിലുമൊക്കെ കീഴിൽ ലേബറേഴ്സായിട്ട്, വെറും തൊഴിലാളികളായിട്ട് ജോലി എടുത്തിട്ടുണ്ടാവും. അവർ അടിച്ചു വാരി തുടയ്ക്കുകയോ അല്ലെങ്കിൽ പറമ്പിൽ പണിയെടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അതിനപ്പുറത്തേക്ക് ഈ മതം മാറ്റിയ, ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇരിക്കേണ്ട കാലം മതം മാറ്റിയവരിൽ നിന്ന് ഈ രാഷ്ട്രത്തിന് ശ്രദ്ധേയമായ നേട്ടം നൽകിയ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാനില്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിലൊക്കെ അഭിമാനിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ആദ്യം പറഞ്ഞു വരുത്തേണ്ടത് ഹിന്ദുമതം മുഴുവനും തെറ്റായ കാര്യമാണെന്നാണ്. ഹിന്ദുമതം മനസ്സിലാക്കണമെങ്കിൽ സയൻസിൻ്റെ ഏറ്റവും ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ള അത്രയും ലെവലിലേക്ക് പോയാലും ഹിന്ദുമതത്തെ അളക്കാനോ ശരിയായിട്ട് വിലയിരുത്താനോ സാധിക്കില്ല എന്നുള്ളതൊരു സത്യം തന്നെയാണ്. കാരണം അത്ര ഗഹനമായിട്ടുള്ള ആശയങ്ങളുണ്ട് ഹിന്ദുമതത്തിൽ. അപ്പോൾ ഇവിടെ തന്നെ ഇദ്ദേഹം പള്ളു പറയുക എന്ന സ്ഥലമാണ് പള്ളിയായതെന്ന് പറയും. അപ്പോൾ നമ്മളുടെ ഒരു പദ്യമുണ്ട്, പള്ളിപ്പാണികളെ കൊണ്ടു പാദം കഴുകിച്ചു പരൻ പള്ളൊഴിഞ്ഞു ഭഗവതി വെള്ളമൊഴിച്ചു. അതിൽ പള്ളിയുണ്ട്, പള്ളുണ്ട്. അതെങ്ങനെ വന്നു? അപ്പോൾ രണ്ടും രണ്ടർത്ഥത്തിലാണ് ഇവിടെ മലയാളികൾ അല്ലെങ്കിൽ ഇവിടെ വിവരമുള്ളവർ ഉപയോഗിച്ചിരുന്നത്. പള്ളിയറ, അതുപോലെ പള്ളി നീരാട്ട്, പള്ളി കൊള്ളുക, ഇതൊക്കെ ഈ ഇവിടുത്തെ ഭാഷയിലുണ്ടായിരുന്ന വാക്കുകളാണ്. അപ്പോൾ അതൊക്കെ പുണ്യമായിട്ടുള്ള, നല്ലതായിട്ടുള്ള, പള്ളിപ്പാണി, വിശുദ്ധമായിട്ടുള്ള, പവിത്രമായിട്ടുള്ള എന്നുള്ള അർത്ഥത്തിലാണ് പള്ളി എന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ ഏതൊരാളുടെ ആരാധനാലയത്തിനും ബഹുമാനത്തോടു കൂടി കേരളീയർ പള്ളി എന്നാണ് വിളിക്കുന്നത്. അത് കേരളീയ സംസ്കാരത്തിൻ്റെ പ്രത്യേകതയാണ്. അവരെയൊക്കെ പള്ളു പറഞ്ഞു, അങ്ങനെയുള്ളൊരു സംസ്കാരമല്ല. കേരളത്തിൽ വളരെ മികച്ചൊരു സംസ്കാരം ഉണ്ടായിരുന്നെന്ന് അംഗീകരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അതായത് ക്രിസ്ത്യൻസ് വന്നതിന് ശേഷമാണ് ഇവിടെ കേരളീയർക്ക് സംസ്കാരം ഉണ്ടായതെന്ന് ഇൻഡയറക്റ്റ്ലി പറയുന്ന ഒരു ധ്വനിയാണ് എനിക്കത് കേട്ടപ്പോൾ തോന്നിയത്. എന്നാൽ ഈ ക്രിസ്തുമതത്തിന് വളരെ മുമ്പ് തന്നെ ഒരു കേരളത്തിലെ സാധാരണ വീട്ടമ്മയെടുത്ത കൃഷിയെക്കുറിച്ച് അവർക്ക് നല്ല അറിവുണ്ട്. മൃഗപരിപാലനം അറിയാം, ആരോഗ്യ സംരക്ഷണം അറിയാം, പ്രസവരക്ഷ എടുക്കാൻ അറിയാം, 10-16 കുട്ടികളെ ആരോഗ്യത്തോടെ വളർത്താൻ അറിയാം, കാലാവസ്ഥയെക്കുറിച്ചുള്ള അറിവുണ്ട്, മാസങ്ങളുടെ പേരറിയാം, നക്ഷത്രം, തിഥി, ഇതെല്ലാം അറിയാം, പ്രകൃതിയുമായിട്ട് മനുഷ്യൻ്റെ ബന്ധങ്ങളറിയാം, പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതറിയാം, അതുപോലെ പുരാണങ്ങളെക്കുറിച്ചൊക്കെ അറിവുണ്ട്. ഗുണനവും ഹരണവും കൂട്ടലും കിഴിക്കലും ഒക്കെ അവർക്ക് വളരെ നന്നായി അറിയാം. ജീവിക്കാൻ വേണ്ടുന്ന അറിവ് അവർക്കുണ്ടായിരുന്നു. ഇന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ സർട്ടിഫിക്കറ്റുള്ള എത്ര കുട്ടികൾക്ക് ഈ അറിവൊക്കെ ഉണ്ട്? അപ്പോൾ അതുകൊണ്ട് കേരളത്തിൻ്റെ പരമ്പരാഗതമായ അറിവിനെ അങ്ങനെ ഞങ്ങൾ തള്ളിക്കളയരുത്. ഇവിടെ എല്ലാവരും പൊട്ടന്മാരായിരുന്നു എന്ന് അദ്ദേഹം ധരിക്കരുത്. അതൊക്കെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. സാധാരണ ഇപ്പോഴും ഈ കുത്തിത്തിരിപ്പുണ്ടാക്കി ഇവിടുത്തെ ആളുകളിൽ ഈ ഒരുമാതിരി വിധേയത്വ മനസ്സ് അല്ലെങ്കിൽ ഒരുമാതിരി അങ്ങനത്തെ ഒരു ലോവർ ലെവലിലേക്ക് ചിന്തിക്കുന്ന തരത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോകളുടെ ആയിട്ടുള്ള ആശയങ്ങൾ മനുഷ്യനെ കൊണ്ടുപോകുന്നത്. അല്ല, കരുമാടിക്കുട്ടനൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടെ ഒരു കാലത്ത് ഒരുപാട് ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പ്രതിമകൾ തച്ചുടച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ബുദ്ധൻ്റേതായതുകൊണ്ടല്ല നശിപ്പിക്കപ്പെട്ട. സുബ്രഹ്മണ്യ സ്വാമിയുടെയും അയ്യപ്പസ്വാമിയുടെയും അതുപോലെ മറ്റ് ശിവക്ഷേത്രങ്ങളിലെല്ലാം നിരവധി തകർക്കപ്പെട്ടിട്ടുണ്ട്. അത് ഇങ്ങോട്ട് വന്നവർക്ക് അവരുടെ സംസ്കാരമില്ലായ്മയുടെ ഭാഗമാണ്. അതെല്ലാം സഹിച്ചിട്ട് ഹിന്ദുക്കൾ ഇപ്പോഴും മിണ്ടാതിരിക്കുന്നുണ്ട്. അതങ്ങനെ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ബുദ്ധൻ്റെ ക്ഷേത്രം ബുദ്ധവിഗ്രഹം നശിപ്പിച്ചതാണത്ര കരുമാടിക്കുട്ടൻ. കരുമാടിക്കുട്ടൻ നമ്മൾ വിളിക്കുന്നത് കൃഷ്ണനെയാണ്. കൃഷ്ണൻ്റെ ചരിത്രത്തിന് ബുദ്ധനേക്കാൾ എത്രയോ പഴക്കമുണ്ട്. ശ്രീബുദ്ധനെ ബഹുമാനിക്കുന്നവരാണ് ഭാരതീയർ. ഭാരതീയ സംസ്കാരത്തിൽ ശ്രീബുദ്ധൻ എന്ന് പറയുന്ന ആ വ്യക്തിത്വത്തോട് നമുക്ക് യാതൊരു തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തയുമില്ല. ശ്രീബുദ്ധനെ എതിർത്തത് ഭാരതീയ സംസ്കാരത്തിലുള്ളവരല്ല, ഭാരതത്തിൻ്റെ മണ്ണിൽ ജനിച്ചവരല്ല.
മദ്യപാനവും അതുപോലെ ഈ മത്സ്യമാംസാദികളും ഉപയോഗിക്കുന്നവർക്കാണ് ബുദ്ധൻ്റെ തത്വങ്ങൾ എതിർക്കേണ്ടിയിരുന്നത്. ഇവിടെയുള്ളവർക്ക് എതിർക്കേണ്ടിയിരുന്നില്ല. മറ്റെല്ലാ മതങ്ങൾക്കും ഇവിടെ നിലനിൽക്കാമെങ്കിൽ ശ്രീബുദ്ധനെ നിലനിൽക്കാം. അത് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. ശ്രീബുദ്ധനെ ഇന്നും മനസ്സുകൊണ്ട് ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ. ശ്രീബുദ്ധൻ്റെ മെഡിറ്റേഷനും മറ്റു കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ റെസ്പെക്റ്റാണ്. അപ്പോൾ ശ്രീബുദ്ധനെ എൻ്റെ പൂർവികരെല്ലാം നല്ലതായിട്ട് പറഞ്ഞു കേട്ടിട്ടാണ് ഞാനും ശ്രീബുദ്ധനെ അറിയുന്നത്. ആ ശ്രീബുദ്ധൻ്റെ കഥകളും മറ്റു കാര്യങ്ങളും എല്ലാം അതെ. അപ്പോൾ ശ്രീബുദ്ധനെ നശിപ്പിച്ചത് ആരാണ് എന്ന് അദ്ദേഹം അന്വേഷിക്കണം. അതുപോലെ ശ്രീബുദ്ധന് ശേഷമല്ല ഇവിടെ ഈശ്വരാരാധന ഉണ്ടായത്. അതിനു മുമ്പ് ഇവിടെ പരിഷ്കൃതരായ ജനതയായിരുന്നു എന്നും അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന് പറയുന്നതിൽ. നമുക്ക് ദഹിക്കാത്ത നിരവധി കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. മാവേലിക്കര കളബ്രോകളുടെ ഭരണ കേന്ദ്രമായിരുന്നു മാവേലിക്കര. ഇവിടെ 64 ഗ്രാമങ്ങൾ ബ്രാഹ്മണരുടേതായിരുന്നു. ഈ 64 കുടുംബങ്ങളെ പരശുരാമൻ കൊണ്ടുവന്ന് താമസിപ്പിച്ചതാണ്. അദ്ദേഹം ഉണ്ടാക്കിയ ക്ഷേത്രങ്ങളെയെല്ലാം ഇവിടെ ഹിന്ദുക്കൾക്ക് കാണാണ്ടറിയാം. അത് പണ്ടേയുള്ള ലിസ്റ്റാണ്, ഇപ്പോൾ തുടങ്ങിയതല്ല. അതുപോലെ 64 ഗ്രാമങ്ങളുടെ പേര് ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളുടെയും പേരുകൾ ആ ഗ്രാമങ്ങളുടേതാണ്. 64 ഗ്രാമങ്ങൾ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ പോയി കഴിഞ്ഞാൽ, കന്യാകുമാരി വരെ പോയാൽ ഈ 64 ഗ്രാമങ്ങളിലുള്ള സ്ഥലങ്ങൾ ഇന്ന് നിലനിൽക്കുന്നത് തന്നെയാണ്. ഇനി 64 ഒരു വീട്ടിൽ 64 കുടുംബങ്ങളെ കൊണ്ടുവന്നു. അന്നത്തെ കാലത്ത് ഒരു കുടുംബം എന്ന് പറയുന്ന ഒരു ഭാര്യയും ഭർത്താവ് മാത്രമല്ല, 100ഓളം അംഗങ്ങൾ ചേർന്നാണ് ഒരു കുടുംബം. അങ്ങനെ 64 കുടുംബങ്ങൾ കൊണ്ടുവന്ന ആ ആൾക്കാരെല്ലാം കൂടെ ഈ കണ്ട കാലം കൊണ്ട് പെരുകിയിരുന്നെങ്കിൽ അവരുടെ ജനസംഖ്യ എത്രത്തോളം ആകുമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കുക. പക്ഷേ ഇന്ന് ബ്രാഹ്മിൻസിൻ്റെ പെർസെൻറ്റേജ് 1% താഴെയാണ്. അതങ്ങനെ വന്നതെന്ന് അദ്ദേഹം ഒന്ന് പഠിക്കണം. എന്തുകൊണ്ടാണ് ഈ ബ്രാഹ്മിൻസ് ഇങ്ങനെ കുറഞ്ഞു പോയത്? അപ്പോൾ എത്ര ഇല്ലങ്ങൾ ചുട്ടീകരിച്ചു, എത്ര ബ്രാഹ്മണരെ വെട്ടിക്കൊന്നു, എത്ര ക്ഷേത്രങ്ങൾ ഇല്ലാതാക്കി, അതിൻ്റെയൊക്കെ കണക്ക് ഹിന്ദുക്കളുടെ അടുത്തുണ്ട്. ഇനി വരും തലമുറ അതൊക്കെ പഠിക്കും. അത് അദ്ദേഹം മറക്കരുത്. കേരളത്തിന് വളരെ വളരെ പഴക്കമുള്ളൊരു കാലമുണ്ട്. ശ്രീരാമൻ കേരളത്തിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം ശബരിയെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം അഗസ്ത്യമുനിയെ കണ്ടിട്ടുണ്ട്. ഇവിടെ രാമേശ്വരം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് അത്ര ദൂരമില്ലാത്ത സ്ഥലമാണ്. അന്നത്തെ ആളുകൾ നടക്കുക തന്നെയാണ്. പക്ഷേ അവർ എവിടെയൊക്കെ ആശ്രമങ്ങളുണ്ടോ അവിടെയെല്ലാം പോകും. ആശ്രമങ്ങളിൽ നിന്ന് പല വിദ്യകളും നേടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം ചരിത്ര പുരുഷന്മാർ നടന്നു പോയ മണ്ണാണിത്. പമ്പാ നദി ഹിന്ദുക്കൾക്ക് വളരെ പുണ്യമായിട്ടുള്ളൊരു നദിയാണ്. എവിടെയൊക്കെ പുണ്യനദികളുണ്ടോ അവിടെയൊക്കെ പുണ്യപുരുഷന്മാർ സഞ്ചരിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ കാലടി പതിഞ്ഞ മണ്ണാണിത്. അതുപോലെ പരശുരാമനെ പോലെയുള്ള ആളുകൾ വന്നു പോയ മണ്ണാണിത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്തുന്ന 108 ദുർഗാക്ഷേത്രങ്ങളും 108 ശിവക്ഷേത്രങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം മറക്കരുത്. ഇപ്പോഴും ഉണ്ട്. ആ ദുർഗ എന്ന് പറയുന്നത് ആരുടെയെങ്കിലും മകളായിട്ട് ജനിച്ചതല്ല. എല്ലാ ഈശ്വരന്മാരുടെയും ചൈതന്യങ്ങൾ ചേർന്നതാണ് ദുർഗ. അത് നെഗറ്റീവായിട്ടുള്ള ശക്തികളെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു രൂപമെടുത്ത ഒരു മഹാശക്തിയാണ്. ഏതൊരു ക്ഷേത്രത്തിലും ആരാധിക്കുന്ന ദേവി എന്ന് പറയുന്നത് ദുർഗയുടെ ഏതെങ്കിലും ഫോമാണ്. നമ്മൾ നവരാത്രി ആഘോഷിക്കുമ്പോൾ 9 ഭാവങ്ങളിൽ ദുർഗയെ കാണുന്നുണ്ട്. 9 ധർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അതുപോലെ സ്ത്രീയുടെ തന്നെ 9 ഭാവങ്ങളുണ്ട്. ബാലികയായിട്ടും യൗവനയുക്തയായിട്ടും വിവാഹം കഴിഞ്ഞ സ്ത്രീയായിട്ടും മാതാവായിട്ടും ഗർഭിണിയായിട്ടും അതുപോലെ മക്കളെയൊക്കെ വിവാഹം കഴിച്ച് കൊടുത്തിട്ടിരിക്കുന്ന ഒരമ്മയായിട്ടും വാർദ്ധക്യത്തിലെത്തി മുത്തശ്ശിയുമായിട്ടുമൊക്കെ സ്ത്രീകൾക്ക് അനേകം രൂപഭാവങ്ങൾ വരുന്നതനുസരിച്ച് അവരുടെ ധർമ്മങ്ങളിൽ മാറ്റമുണ്ട്. ഒരു വീടിനെ നിലനിർത്തുന്ന ഒരു സ്ത്രീയാണ് എങ്കിൽ, അടുത്ത തലമുറയെ വാർത്തെടുക്കുന്ന ഒരു സ്ത്രീയാണ് എങ്കിൽ, ആ സ്ത്രീത്വം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ മൊത്തം സ്ത്രീകളുടെയും സ്ത്രീത്വത്തിൻ്റെ ഒരു ശക്തിയുടെ ഒരു ഉറവിടം എന്ന് കരുതുക. അനേകം ബൾബുകൾ ഈ നാട്ടിൽ കത്തുന്നുണ്ട്, പക്ഷെ ആ ശക്തിക്ക് ഒരു ഉറവിടമുണ്ട്. അതുപോലെ അനേകം സ്ത്രീകളിലെ സ്ത്രീത്വത്തിൻ്റെ ഒരു ഉറവിടം ആയിട്ട് കരുതുന്നത് ദുർഗാദേവിയാണ്. ഏതൊരു ദേവീക്ഷേത്രത്തിലും ആരാധിക്കുന്നത് ദുർഗയുടെ ഏതെങ്കിലും ഒരു ഫോമിലുള്ള ഈ ദേവതയാണ്.
ഇനി ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഏതെങ്കിലും രൂപത്തിലൊക്കെ ദേവിയുടെ സാന്നിധ്യം അനുഭവിച്ചിരിക്കാം. അതൊരു കുറത്തിയുടെ രൂപത്തിലായിരിക്കും, ഒരു കൈനോട്ടക്കാരിയുടെ രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ബാലികയുടെ രൂപത്തിലായിരിക്കും. അങ്ങനെ പല പല രൂപത്തിലും അവർക്ക് ദേവിയുടെ ഒരു സാന്നിധ്യം അനുഭവപ്പെട്ട ഒരു നിമിഷാർത്ഥത്തിലേക്ക് അനുഭവപ്പെട്ട കഥകൾ പ്രചരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദേവി കുറത്തിയാണ്, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ദേവീക്ഷേത്രങ്ങളിലെല്ലാം ഇരിക്കുന്നത് കുറത്തിയാണ് എന്ന് എങ്ങനെയാണ് അദ്ദേഹം പറയുക? അവിടെ ചാമുണ്ടിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, രക്തചാമുണ്ടി. ശരിയാണ്, ഓരോരോ രൂപത്തിൽ. ഇപ്പം ഞാൻ ബാലികയായിരിക്കുമ്പോൾ എനിക്കൊരു ഭാവമുണ്ട്. അത് കഴിഞ്ഞ് കൗമാരപ്രായത്തിലേക്ക് കിടക്കുമ്പോൾ എൻ്റെ ഭാവം മാറും, എൻ്റെ ചിന്തകൾ മാറും, എൻ്റെ ഞാൻ എടുക്കേണ്ട ശക്തികൾ, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ശക്തി ആർജിക്കണമെങ്കിൽ എനിക്ക് കൂടുതൽ പവർ ആവശ്യമാണ്. അത് കഴിഞ്ഞ് ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ എനിക്ക് പിന്നെയും അറിവ് ആവശ്യമാണ്, പവർ ആവശ്യമാണ്. ഈ അറിവായിട്ടും പവറായിട്ടും എൻ്റെ ഉള്ളിൽ വരുന്നത് എന്നിലേക്ക് നിറയ്ക്കണമെങ്കിൽ എനിക്ക് എവിടേക്കെങ്കിലും എന്നെ കണക്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ ദേവീസങ്കല്പം മാറും. വീണ്ടും ഞാനൊരു കൈക്കുഞ്ഞിനെ മടിയിലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുഞ്ഞിലേക്ക് കൊടുക്കേണ്ട അറിവ് എന്താണ്, ആ കുഞ്ഞിന് പകർന്നു കൊടുക്കേണ്ട ശക്തി എന്താണ്, അത് പകർന്നു കൊടുക്കാൻ വേണ്ടി വെറുതെ ആഹാരം മാത്രം കൊടുത്താൽ പോരാ. അപ്പോൾ അതിലേക്ക് എന്നെ എടുത്ത് എൻ്റെ വിചാരങ്ങൾ, അതായത് സ്നേഹം വരണം, കാരുണ്യം വരണം, ദയ വരണം, ഭക്തി വരണം, ഇതെല്ലാമാണ് ബുദ്ധിയിലേക്ക് നയിക്കുന്നത്. അതിന് പകരം കാമം, ക്രോധം, മോഹം, ലോഭം, അഹങ്കാരം ഇന്നത്തെ അമ്മമാരിൽ വർദ്ധിക്കുകയും കുഞ്ഞുങ്ങളെ നശിപ്പിക്കുകയും ചെയ്ത് നമ്മൾ കാണുന്നു. അപ്പോൾ ഈ ദേവീസങ്കല്പത്തെ പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീക്ക് ഒരിക്കലും അത് ചെയ്യാൻ സാധിക്കില്ല. ആ ദേവീസങ്കല്പം എനിക്ക് തരുന്ന എന്നിൽ നിറയ്ക്കുന്ന ഒരു പോസിറ്റീവ് ശക്തിയുണ്ട്. ഇതുപോലെ ഇത്ര പവർഫുള്ളായിട്ടുള്ളൊരു ദേവീസങ്കല്പം ലോകത്ത് വേറെ ഒരു മതത്തിനുമില്ല. അത് കഴിഞ്ഞു മക്കൾ വളരുന്നു. മക്കൾ വളരുന്നതിനനുസരിച്ച് എൻ്റെ മാതൃഭാവത്തിന് മാറ്റം വരണം. അവരെ മര്യാദ പഠിപ്പിക്കണം, അവരെ നിലയ്ക്ക് നിർത്തണം, അവരെ ശരിയായി വളർത്തണം, അവർക്ക് ശരിയായ അറിവ് കൊടുക്കണം, ശരിയായ ആരോഗ്യം കൊടുക്കണം. അപ്പോൾ എൻ്റെ പവറ്, ഞാൻ ബാലികയായിരുന്ന കാലത്തെ പവറല്ല എനിക്ക് വേണ്ടത്. അപ്പോൾ എനിക്ക് ഭദ്രകാളിയെ ചിലപ്പോൾ ഭജിക്കേണ്ടി വരും. മക്കളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കണം, മക്കളെ പലതരത്തിലുള്ള ദുരാഗ്രഹങ്ങളിൽ നിന്നും ദുർമോഹങ്ങളിൽ നിന്നുമൊക്കെ രക്ഷിക്കണം. അപ്പം ഞാൻ ചിലപ്പോൾ ഭദ്രകാളിയായിരിക്കും ഭജിക്കുക. വീണ്ടും ഞാൻ വാർദ്ധക്യത്തിലെത്തി സമാധാനത്തിലിരിക്കണം. അപ്പം ഞാൻ തപസ്സനുഷ്ഠിക്കുന്ന ഗൗരി സങ്കല്പത്തിലോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ദേവിയെ സങ്കല്പിക്കുക. കാരണം സമാധാനമാണ് വേണ്ടത്, ശാന്തിയാണ് വേണ്ടത്. അപ്പം ഇങ്ങനെ എൻ്റെ ആവശ്യമനുസരിച്ച് എന്നെ ചാർജ് ചെയ്യാൻ, എനിക്ക് ശക്തി പകരാൻ അനേകം ദേവീരൂപങ്ങളുണ്ട്. അത് ഇദ്ദേഹം പറയുന്ന പോലെ അത് കുറത്തിയാണ്, മണ്ണാത്തിയാണെന്നൊക്കെ പറയുന്നതിൽ അത് ആ ജാതിയെ അധിക്ഷേപിക്കലും കൂടിയാണ്. അവരിൽ ദിവ്യശക്തിയുള്ള ആളുകളുണ്ട്, ആരും പറഞ്ഞില്ലാന്ന്. എല്ലാ മതത്തിലും ഉണ്ട്. ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുക്കുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കണം, അതിലെല്ലാ ആൾക്കാർക്കും പങ്കാളിത്തം ഉണ്ടായിരുന്നു. പൂജാരി പൂജ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ക്ഷേത്രത്തെ സംരക്ഷിക്കുന്ന വേറൊരാളാണ്. ക്ഷേത്രത്തിൻ്റെ ധനം കൈകാര്യം ചെയ്യുന്നത് മറ്റൊരു വിഭാഗക്കാരാണ്. ക്ഷേത്രത്തിലെ കലാകാരന്മാർ വാദ്യമേളങ്ങളായിട്ട് അത് മറ്റൊരു കൂട്ടരാണ്. ക്ഷേത്രത്തിൽ പൂ കൊണ്ടുവരുന്നതും ഈ പൂജയ്ക്ക് വേണ്ട സാധനങ്ങൾ ഒരുക്കുന്നതും വേറൊരു കൂട്ടരാണ്. ക്ഷേത്രത്തിലേക്ക് വേണ്ട ജലം ശുദ്ധമായി എത്തിക്കുന്നത് മറ്റൊരു കൂട്ടരാണ്. ക്ഷേത്രത്തിൻ്റെ വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ പന്തൽ കെട്ടാനും ഓടി നടക്കാനും അവിടെ കുട്ട പട്ടിമാർ ഒരുപാട് സാധനങ്ങൾ ആവശ്യമുണ്ട്, അത് കൊണ്ടുവരുന്നത് മറ്റൊരു കൂട്ടരാണ്. ക്ഷേത്രം പണിയുന്നത് അതിൽ മരപ്പണിക്കാരുണ്ട്, കല്ലുപണിക്കാരുണ്ട്. ക്ഷേത്രത്തിൽ ആവശ്യമുള്ള ഇരുമ്പ് സാധനങ്ങൾ കൊണ്ടുവരുന്നത് ഇരുമ്പ് പണി ചെയ്യുന്ന ആളുകളാണ്. അതിലേക്ക് വേണ്ട സ്വർണം കൊണ്ടുവരുന്നത് സ്വർണ്ണപ്പണിക്കാരാണ്. അപ്പോൾ ഒരു ക്ഷേത്രം എങ്ങനെ ഈ നമ്പൂതിരിമാരുടെ മാത്രം എന്ന് വിശേഷിപ്പിക്കും? ഇവിടെ ഹിന്ദുക്കൾക്കിടയിൽ ഒരു വിഷമതയുണ്ടായിരുന്നില്ല. എല്ലാവരും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരുമിച്ച് നിന്നിട്ടാണ് കൊണ്ടുനടന്നിട്ടുണ്ടായിരുന്നത്. അത് പിന്നീട് കുത്തിത്തിരിപ്പ് കൊണ്ടാണ് ഈ ഭിന്നതകളെല്ലാം വന്നത്. അവിടെ യാതൊരു തരത്തിലുള്ള ഏതൊരു ഉത്സവം വരുമ്പോഴും എല്ലാവർക്കും അവിടെ ഉണ്ടായിരുന്നു. ഇനി ഈ ഹിന്ദുക്കളായിട്ടുള്ളവർക്ക് പോലും ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വ്യാപാരം ചെയ്യാമായിരുന്നു, കലകൾ അവതരിപ്പിക്കാമായിരുന്നു. അതുപോലെ അവരുടെ ധനസമ്പാദനത്തിനുള്ള പല സൗകര്യങ്ങളും ഈ ക്ഷേത്ര പരിസരത്തുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗ്രാമത്തിലെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ക്ഷേത്രം നന്നായാൽ ആ പ്രദേശത്തെ ജനങ്ങൾ നന്നാകും എന്ന് വിശ്വസിച്ചിരുന്നവരാണ് നമ്മൾ. ആ ക്ഷേത്രങ്ങളെ നശിപ്പിക്കാനുള്ള ശ്രമം ഒരിക്കലും ഈ നാടിനെ നശിപ്പിക്കുകയാണ് ചെയ്യുക. ഒരു ക്ഷേത്രം നശിക്കുമ്പോൾ കലയ്ക്കുള്ള സാധ്യത കുറയും.
വ്യാപാരത്തിനുള്ള സാധ്യത കുറയും, ജനങ്ങൾക്കിടയിലുള്ള വെറുപ്പ് വർദ്ധിക്കും, ശത്രുത വർദ്ധിക്കും, അതുപോലെ ജനങ്ങളിൽ ദുർമോഹം വർദ്ധിക്കും, പക വർദ്ധിക്കും, അസൂയ വർദ്ധിക്കും. ഇപ്പം എങ്ങനെയാണ് ഒരു പരിസരം നന്നാകുക? അപ്പോൾ ക്ഷേത്രങ്ങൾ നിലനിൽക്കട്ടെ, അവിടുത്തെ ആചാരങ്ങളൊക്കെ നിലനിൽക്കട്ടെ. ക്ഷേത്രത്തിൽ പോകുന്നവരാരുടെയും ശത്രു അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലണമെന്ന് പഠിപ്പിക്കുന്നില്ല, ആരെങ്കിലും ഇല്ലാതാകണമെന്ന് പഠിപ്പിക്കുന്നില്ല. ഈ ഭൂമി എല്ലാവരുടേതുമാണ്, എല്ലാവരും ജീവിച്ചു കൊള്ളട്ടെ, എല്ലാവരും വ്യത്യസ്തരാണ്, ജീവിച്ചു കൊള്ളട്ടെ. അത് അദ്ദേഹം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചില ഭാഷകളെയൊക്കെ അദ്ദേഹം തെറ്റായി വ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. അത് ജ്യോതിഷം പഠിക്കണം, അപ്പോൾ മനസ്സിലാവും. 5 ഡിഗ്രി ആകാശത്തിൽ മാറുമ്പോൾ ആ സ്ഥലത്തെ ഭാഷയ്ക്ക് വ്യത്യാസം വരും. കാരണം എല്ലാ സ്ഥലത്തും സഞ്ചരിക്കുന്ന ശബ്ദതരംഗങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ ഹിമാലയത്തിൻ്റെ മുകളിലുള്ള ശബ്ദതരംഗങ്ങളും സമുദ്രത്തിൻ്റെ തീരത്തിലുള്ള ശബ്ദതരംഗങ്ങളും അത് നമ്മുടെ അകത്ത് വന്നു പോകുന്നുണ്ട്. അതനുസരിച്ചുള്ള വൈബ്രേഷൻ നമ്മുടെ അകത്ത് ഉണ്ടാകുന്നുണ്ട്, നമ്മുടെ സിസ്റ്റം അതനുസരിച്ച് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോരോ പ്രദേശം മാറുമ്പോൾ ശബ്ദതരംഗങ്ങളും മാറും. അതനുസരിച്ചാണ് ലിപികൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ലിപികളൊക്കെ ഉണ്ടാക്കിയത് സാധാരണക്കാരല്ല, മഹർഷിമാർ തന്നെയാണ്. സൗത്ത് ഇന്ത്യയുടെ ഭാഷയും എല്ലാം രൂപീകരിക്കുന്നതിൽ അഗസ്ത്യമുനിക്ക് വലിയ പങ്കുണ്ട്. അപ്പോൾ തമിഴും മലയാളമൊക്കെ വേറെ വേറെ ആയിരിക്കുന്നതിൻ്റെ കാരണം അതാണ്. ലിപികളിൽ വ്യത്യാസമുണ്ട്, അതിൻ്റെ രൂപത്തിന് വ്യത്യാസമുണ്ട്. ലിപിന്യാസം ചെയ്യുക എന്നൊരു കാര്യമുണ്ട്. ഒരു വിഗ്രഹത്തിന് ശക്തി പകരുന്നതിൽ ലിപിന്യാസം ചെയ്യുന്നതുണ്ട്. അപ്പോൾ ശബ്ദം, പ്രകാശം, ഇതിൻ്റെയൊക്കെ സ്വാധീനം മനുഷ്യരിൽ എന്താണ് എന്നുള്ളത് ഇനിയും അദ്ദേഹം ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം അയ്യപ്പനെ പിടിച്ചിട്ട് ബുദ്ധനാക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രം മുഴുവൻ തിരുത്തി പറഞ്ഞതുകൊണ്ടോ അതൊന്നും നിലനിൽക്കില്ല. അതും കൂടി മനസ്സിലാക്കുക. സത്യം എത്ര മൂടി വെച്ചാലും അത് പുറത്തു വരിക തന്നെ ചെയ്യും. ഈ ചരിത്രത്തിനപ്പുറമുള്ള ചരിത്രം ഇനിയും ഈ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കപ്പെടും. എല്ലാം മണ്ണിനടിയിലുണ്ട്, എല്ലാം പ്രകൃതി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. 10,000 വർഷം കഴിഞ്ഞാലും ശരി, അതൊക്കെ തിരിച്ച് അത് മണ്ണിൽ നിന്ന് തന്നെ അതിൻ്റെ വ്യക്തമായിട്ട് മനുഷ്യന് ബോധ്യപ്പെടുത്തി തരുന്ന രേഖകളായിട്ടോ വസ്തുക്കളായിട്ടോ അത് തിരിച്ചു വരും. കടലിനടിയിൽ കിടക്കുന്ന ദ്വാരക ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. സേതു ഇപ്പോൾ അതുണ്ട് എന്ന് നാസ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതിനപ്പുറം കേരളത്തിന് ചരിത്രമുണ്ട്, അയ്യപ്പന് ചരിത്രമുണ്ട്. അയ്യപ്പൻ്റെ ചരിത്രം 800 വർഷത്തിൽ ഒതുക്കുന്നത് തെറ്റാണ്. അദ്ദേഹം പറഞ്ഞ പോലെ 3-4 അയ്യപ്പന്മാർ ആ കുടുംബത്തിൽ ജനിച്ചിരിക്കുന്നവർ ആ കുടുംബത്തിൽ നിന്ന് തന്നെയാകാം ഇത്തരം തെറ്റിദ്ധാരണയ്ക്ക് കാരണം. യഥാർത്ഥ അയ്യപ്പൻ്റെ ചരിത്രം ഒരിക്കലും 800 വർഷത്തിൽ ഒതുങ്ങുന്നതല്ല. കാരണം കലിയുഗം തുടങ്ങിയിട്ട് തന്നെ 5000-ലേറെ വർഷങ്ങളായി. കലിയുഗത്തിൽ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി അയ്യപ്പൻ ജന്മമെടുത്തതാണ്. അപ്പോൾ അയ്യപ്പൻ്റെ കഥ തുടങ്ങുന്നത് കലിയുഗത്തെ രക്ഷിക്കാൻ വന്ന അവതാരമായിട്ടാണ്. അപ്പോൾ പന്തള രാജകുമാരനായിട്ട് വന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഈ പറയുന്ന ചരിത്രമൊന്നുമല്ല അയ്യപ്പൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ചരിത്രം. അത് ശാസ്താവിൻ്റെ അവതാരമാണ്. അതിനെ ബുദ്ധനോ ചാത്തനോ ഒന്നും ആക്കിയത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഹിന്ദുക്കൾ ആരാധിക്കുന്നത് ശാസ്താവിൻ്റെ മനുഷ്യാവതാരമായിട്ട് തന്നെയാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വിയോജിപ്പുള്ളതുണ്ട്. അപ്പോൾ ഞാൻ അത് കേൾക്കുന്നുണ്ട്. സാധാരണ എനിക്കിതിനൊന്നും നേരമില്ലാത്ത ആളാണ്. പക്ഷെ ഞാനിപ്പോൾ ഇതിരുന്ന് കേൾക്കുന്നത് എങ്ങനെയാണ് ഹിന്ദുക്കൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ്. നമ്മുടെയൊക്കെ പേരക്കുട്ടികൾ ഈ ലോകത്ത് ജീവിച്ചു വരുന്നവരാണ്. അവർക്ക് ശരിയായ അറിവ് കൊടുക്കണമെങ്കിൽ നമ്മൾ ഇതിനെ ഖണ്ഡിക്കേണ്ടതുണ്ട് എന്ന ഒരു ബോധം കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. പലരും എന്നോട് ചോദിക്കേണ്ടത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നതിനൊക്കെ എന്തിനാ മറുപടി പറയുന്നത്? അതാണ് ഹിന്ദുക്കളുടെ പൊതുവെയുള്ള ധാരണ. തെറ്റായത് നിലനിൽക്കില്ല, ശരിയേ നിലനിൽക്കുകയുള്ളൂ, സത്യമേ നിലനിൽക്കുകയുള്ളൂ, സത്യമേവ ചെയ്തേ. ആ വിശ്വാസമുള്ളത് കൊണ്ട് തെറ്റായി പറയുന്നതിൻ്റെയൊക്കെ പിന്നാലെ പോകുന്നത് എന്തിനാന്ന് പലരും ചോദിക്കും. എന്നാലും ഇതും നമ്മുടെ ധർമ്മമാണ്, ഹൈന്ദവ ധർമ്മമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.